നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. വലിയ സ്വപ്നങ്ങളുമായി രക്ഷയിലെത്തി കൂലിപ്പട്ടാളത്തിലകപ്പെട്ട തെക്കുംകര കുത്തുപാറ സ്വദേശിക്കും കുട്ടനെല്ലൂർ സ്വദേശിയായ ബന്ധുവിനും മോചന പ്രതീക്ഷയുടെ വാർത്ത. യുവാക്കളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഓർത്തഡോക്സ് സഭയുടെ ഇടപെടൽ. ബന്ധുക്കളെ നേരിട്ട് വിളിച്ച് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്കാ ബാവ റഷ്യൻ അംബാസിഡറുമായി സംസാരിച്ചു. അടുത്ത ദിവസം നേരിട്ട് കാണുമെന്നും ഉറപ്പ്. തെക്കേമുറിയിൽ വീട്ടിൽ ആശ്വാസകിരണം. അകമല മേഖലയിൽ ഭീതി വിതച്ച് വൻ കാർഷിക നാശം സൃഷ്ടിച്ച വാഴക്കൊമ്പനും മറ്റു വന്യമൃഗങ്ങൾക്കും കൃഷിവകുപ്പിന്റെ FIR. കർഷകർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതാണ് നടപടി. വാഴക്കൊമ്പൻ 1.5 ഏക്കർ സ്ഥലത്തെ കൃഷി നശിപ്പിച്ചതായി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. 30 തെങ്ങും അത്ര തന്നെ അടയ്ക്കാമരങ്ങളും നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു. കൃഷി ഇൻഷുർ ചെയ്തവർക്ക് നെൽകൃഷിക്ക് ഹെക്ടറിന് 35,000 രൂപയും തെങ്ങിന് 2,000 രൂപയും ലഭിക്കും. അടയ്ക്കാമരത്തിന് 700 രൂപ. സംഘടനാ കരുത്തിന്റെ ആവേശം വിളിച്ചോതി CPM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് പ്രൗഢോജ്വല തുടക്കം. KS ശങ്കരൻ നഗർ എന്ന് നാമകരണം ചെയ്ത ജയശ്രീ ഹാൾ അങ്കണത്തിൽ മുതിർന്ന നേതാവ് KM മൊയ്തു രക്തപതാക ഉയർത്തി. ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA. നാട്ടിലാകെ വർഗീയ വിഷം ചീറ്റുന്ന BJPയെ ഒറ്റപ്പെടുത്തണമെന്ന് ആഹ്വാനം. CPMനെ ഒരുപറ്റം മാധ്യമങ്ങൾ ഒറ്റതിരിഞ്ഞാക്രമിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ചയും തുടരും. പുതിയ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് നടക്കും. ശനിയാഴ്ച റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും. പൊതുസമ്മേളനം ഓട്ടുപാറ വാഴാനി റോഡ് സ്ക്വയറിലെ പത്മനാഭൻ നഗറിൽ. ഏരിയ സമ്മേളനത്തിന്റെ ആവേശ നഗരിയിൽ വടക്കാഞ്ചേരിയിൽ പാർട്ടിയും പ്രവർത്തകരും. നഗരത്തിൽ പാർട്ടി പതാകയുടെ പ്രതീകമായി തോരണങ്ങൾ. ഏരിയ കമ്മിറ്റി ഓഫീസ് ചെങ്കൊടി സമാന വൈദ്യുത ദീപാലങ്കാരത്തിൽ. വടക്കാഞ്ചേരിയിൽ ഇനി CPMനെ നയിക്കാൻ പുതിയ സെക്രട്ടറി എത്തും. അത്താണി പെരിങ്ങണ്ടൂർ പോപ്പ് പോൾ മേഴ്സി ഹോമിൽ ഉത്സവാഘോഷ നിറവിൽ പിറന്നാളാഘോഷം. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികൾ വർണ്ണാഭം. പിറന്നാൾ ദിനത്തിൽ മേഴ്സി ഹോമിന് ലയൺസ് ക്ലബിന്റെ സമ്മാനം. 8 ലക്ഷം രൂപ വില വരുന്ന ചപ്പാത്തി മെഷീൻ കൈമാറി. പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ലയൺസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ PJ ജോർജ് കുട്ടി. സംസ്ഥാനമൊട്ടുക്ക് വ്യാജ സ്വർണം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിച്ച യുവതി പോലീസ് പിടിയിൽ. വലപ്പാട് സ്വദേശി പൊന്തേലവളപ്പിൽ 45-കാരി ഫാരിജാനാണ് പിടിയിലായത്. കൂടുതൽ വ്യാജ സ്വർണം പണയം വെക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏങ്ങണ്ടിയൂരിലെ ദളിത് യുവാവ് വിനായകന്റെ മരണത്തിൽ ഒടുവിൽ കുടുങ്ങി പോലീസ് ഓഫീസർമാർ. ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കോടതി ഉത്തരവ്. തൃശൂർ SC/ST കോടതിയുടേതാണ് നിർണായക നടപടി. വിനായകന്റെ പിതാവും ദളിത് സമുദായ മുന്നണിയും നൽകിയ ഹർജിയിലാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ് പുറത്തു വന്നത്.
ദേശമംഗലത്ത് കേരളോത്സവത്തിനിടെ സംഘർഷം. ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ പ്രവാസി യുവാവിന് ക്രൂരമർദ്ദനം. 33-കാരൻ ജാഫറിനാണ് ആൾക്കൂട്ടമർദ്ദനമേറ്റത്. ഗുരുതര പരിക്കേറ്റ ജാഫറിനെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഒരു അനാസ്ഥയുമില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. വീട് നിർമ്മാണത്തിന് തടസ്സം ഭൂമി ഒരുമിച്ച് ലഭ്യമല്ലാത്ത അവസ്ഥയാണെന്ന് മന്ത്രി. വീട് വാഗ്ദാനം ചെയ്തവരുടെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കും. പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും പ്രഖ്യാപനം. ശബരിമല സന്നിധാനത്ത് കാട്ടുപന്നി ആക്രമണം. പോലീസ് ഓഫീസർക്ക് പരുക്ക്. കണ്ണൂർ റൂറൽ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലെ സീനിയർ CPO 52-കാരൻ സത്യനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 12:30-ഓടെയായിരുന്നു അപകടം.